സംരംഭകർക്ക് അനുകൂലമായ സാഹചര്യം ഈ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥയും യുവാക്കൾക്ക് തൊഴിൽ ഇല്ലാത്തൊരവസ്ഥയും ഇതെല്ലാം പുറലോകത്തേക്ക് കാണിക്കാൻ വേണ്ടിയാണ് സംരംഭകയാണ് നാളെ ഭീമാപ്പള്ളിയിൽ എത്തുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അണിനിരക്കുന്ന ഓരോ ആളുകൾക്കും ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അവരുടെ ജീവന്, സ്വത്തിന്, അവരുടെ സമ്പത്തിന്. ഒരു രോഗം വന്നപ്പോഴും മറ്റു പല സാഹചര്യങ്ങളും വന്നപ്പോൾ കടലിന്റെ മക്കൾ നമ്മളെ ചേർത്ത് പിടിച്ചവരാണ്. എന്നാൽ കടലിന്റെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് മക്കളോടുള്ള അവഗണനയാണ് നാളെ നിങ്ങൾക്ക് മുന്നിൽ പോലും വേണ്ടുന്ന ഒരു നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഭീമാപ്പള്ളിയിലെയും അവരുടെ തീരദേശത്തെയും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തി നാളെ വൈകിട്ട് 5 മണിക്ക് ഭീമാപ്പള്ളിയിൽ നമ്മൾ സംരംഭ യാത്ര സഹകരിക്കുക, യാത്ര വൻ വിജയമാക്കുക. ഞങ്ങളും നിങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഈ യാത്രയുടെ വിജയത്തിന് മുന്നോട്ട് പോകുന്നു. 14/11/2024 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഭീമാപ്പള്ളിയിൽ സംരംഭ യാത്ര എത്തുമ്പോൾ ഭീമാപ്പള്ളിയിലെ എല്ലാ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളും വ്യാപാര ജീവിത സാഹചര്യങ്ങളും എല്ലാം നമ്മൾ പുറലോകത്തിന് മുന്നിൽ എത്തിക്കുകയാണ്. അപ്പോൾ എന്താണ് ഭീമാപ്പള്ളിയിലെ അവസ്ഥ എന്ന് നിങ്ങൾ അറിയണ്ടേ? ഭീമാപ്പള്ളിയിൽ ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ മത്സ്യ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അറിയാം, വെള്ളപ്പൊക്കം വന്നപ്പോഴും മറ്റു പല സാഹചര്യങ്ങളും വന്നപ്പോൾ കടലിന്റെ മക്കൾ നമ്മളെ ചേർത്ത് പിടിച്ചവരാണ്. എന്നാൽ കടലിന്റെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് മക്കളോടുള്ള അവഗണനയാണ് നാളെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത്. എന്താണ് അവഗണന എന്നല്ലേ? കടലിന്റെ മക്കളുടെ തൊഴിലാളികളുടെ മക്കൾക്കും അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് വേണ്ട യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇന്ന് ലഭിക്കുന്നില്ല. അവരുടെ ജീവിതം വളരെ കഷ്ടമാണ്. ഏകദേശം 1 മാസത്തോളം ഈ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ തൊട്ടറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്നും എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ഹൃദയത്തിൽ നിന്നും എനിക്ക് പറയാൻ കഴിയും ഈ ഒരു സമൂഹത്തോടുള്ള അവഗണന എന്താണ് എന്നുള്ളത്. നാളെ വൈകുന്നേരം 5 മണിക്ക് സാമൂഹ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരും ഈ തീരദേശ മേഖലയിലെ തൊഴിലാളികളും സംരംഭകരും അടങ്ങുന്ന 100 കണക്കിന് ആളുകൾ നമ്മുടെ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ അണിചേരുന്നത് ഇതിനു വേണ്ടുന്നുള്ള ഒരു മറുപടിയുമായിട്ടാണ്. എന്താണ് മറുപടി എന്നല്ലേ? തീരദേശ മേഖലയിലുള്ള അവഗണനയാണ്. അവരുടെ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ? ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ? വള്ളവും വലയുമായിട്ട് കടലിലേക്ക് ഓരോ മത്സ്യത്തൊഴിലാളിയും സ്വന്തം ജീവൻ പ്രാണം രക്ഷാർത്ഥം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കടലമ്മയും മണ്ണിനെയും മനസ്സിനെയും ഒപ്പോൾ നമ്മളെയും മനസ്സിലോർത്തുകൊണ്ട് ഇവർ കടലിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. സ്വന്തം ജീവന് പോലും ഭീഷണി വകവയ്ക്കാതെ അന്നത്തേക്കുള്ള അന്നത്തിന് വേണ്ടി മാത്രം കടലിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഇവർ ഓരോരുത്തരും കടലിന്റെ മക്കളാണ്. എന്നാൽ നമ്മുടെ സമൂഹം ഇവരോട് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ രാഷ്ട്രീയം ഇവരോട് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഉദ്യോഗസ്ഥർ ഇവരോട് എന്താണ് ചെയ്യണത്? നമ്മൾ ഓർക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും തീന്മേശയിൽ വിഭവസമൃദ്ധമായ മത്സ്യസമ്പത്ത് എത്തിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന വളരെ ക്രൂരമാണ്. ഓർക്കണം, നമ്മൾ ഓരോരുത്തരും ജീവൻ രക്ഷാ പ്രാണാർത്ഥം ഇവിടെ വെള്ളത്തോട് മൽപ്പിടിച്ചു കിടന്നപ്പോൾ കടലിന്റെ മക്കൾ നമ്മളെ ചേർത്ത് പിടിച്ച ആളുകളാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അവർ ഒരിക്കലും നമുക്കെതിരെ അവഗണന മാറ്റിവെച്ചിട്ടില്ല. അവർ നമ്മളോടൊപ്പം സഹകരിച്ചപ്പോൾ അവരുടെ ബോട്ടിന് പോലും വേണ്ടുന്ന ഒരു നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഭീമാപ്പള്ളിയിലെയും അവരുടെ തീരദേശത്തെയും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തി നാളെ വൈകിട്ട് 5 മണിക്ക് ഭീമാപ്പള്ളിയിൽ നമ്മൾ സംരംഭ യാത്ര എത്തുകയാണ്. സംരംഭ യാത്ര എന്നാൽ ജനങ്ങളുടെ പച്ചയായ ജീവിതവും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള അനാസ്ഥയും അതോടെ സംരംഭകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും പുറലോകത്തേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിൽ ജീവിതം മാത്രമേ ഉള്ളൂ. ഓരോ സംരംഭകന്റെയും ഓരോ തൊഴിലാളികളുടെയും ഓരോ യുവാക്കളുടെയും പച്ചയായ ജീവിതവും അവരുടെ കഷ്ടപ്പാടും കണ്ണീരും അതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് സംരംഭക യാത്ര ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയുടെ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയമാണ്, നമ്മുടെ സമൂഹത്തിന്റെ വിജയമാണ്. നാളെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും വേണ്ടിയിട്ടാണ് ഈ യാത്രയുള്ളത്. നമ്മളാലാവുന്നത് നമുക്ക് ചെയ്യുന്നു. ഈ ലോകത്തെ മൊത്തം മാറ്റി മറിക്കാൻ നമ്മളെ കൊണ്ടായിന്ന് വരില്ല. നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യുന്നു. നിങ്ങളും ഒപ്പം ചേരുക, സഹകരിക്കുക, യാത്ര വൻ വിജയമാക്കുക. ഞങ്ങളും നിങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഈ യാത്രയുടെ വിജയത്തിന് മുന്നോട്ട് പോകുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാളെ വൈകിട്ട് 5 മണിക്ക് ഭീമാപ്പള്ളിയിൽ ഓരോ ആളുകളും അണിനിരക്കുമ്പോൾ അവരുടെ പച്ചയായ ജീവിതവും അവരുടെ ജീവിത ശൈലികളും അവരുടെ സംരംഭകർക്ക് അനുകൂലമായ സാഹചര്യം ഈ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥയും യുവാക്കൾക്ക് തൊഴിൽ ഇല്ലാത്തൊരവസ്ഥയും ഇതെല്ലാം പുറലോകത്തേക്ക് കാണിക്കാൻ വേണ്ടിയാണ് സംരംഭകയാണ് നാളെ ഭീമാപ്പള്ളിയിൽ എത്തുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അണിനിരക്കുന്ന ഓരോ ആളുകൾക്കും ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അവരുടെ ജീവന്, സ്വത്തിന്, അവരുടെ സമ്പത്തിന്
ഒരു സുരക്ഷിതത്വം വേണം, അതോടൊപ്പം തന്നെ ഒരു ചേർത്ത് പിടിക്കൽ വേണം. ഇത്തരത്തിലൊരു ചേർത്ത് പിടിക്കൽ ഇല്ലാത്തതിന്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരോട് ഉള്ള ഒരു അവഗണന, ഓരോ ഉദ്യോഗസ്ഥനും അവനവന്റെ ജോലികൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരക്കാരുടെ ജീവിതങ്ങൾ ഒരുപാട് ഗുണനിലവാരത്തിലേക്ക് എത്തിപ്പെടും. സാധാരണ ആളുകളിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ കിട്ടുന്നതായിട്ട് ഒന്നും എത്തിച്ചേരുന്നില്ല. അതെല്ലാം ഉദ്യോഗസ്ഥ അനാസ്ഥയാണ്. അത്തരത്തിലുള്ള അനാസ്ഥകളെ നാളെ തുറന്നു കാണിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുക. ഈ യാത്രയുടെ വിജയം നിങ്ങളുടെ വിജയമാണ്.